ഹായ് ഹലോ. അപ്പോൾ ഞാൻ വേറൊരു കാര്യം പറയാനാണ് വന്നത്. എൻ്റെ ബാക്കിൽ കിടക്കുന്ന ഈ ഒരു വണ്ടി ഉണ്ടോ, ഓട്ടോ, ഇത് ബജാജിൻ്റെ വണ്ടിയാണ്. ബജാജിൻ്റെ മാക്സിമ എന്ന് പറയുന്ന വണ്ടിയാണ്. അപ്പോൾ ഈ വണ്ടി കൊടുക്കാനുള്ളതാണ്. ഈ വണ്ടിക്ക് ഒരു ചെറിയ ലോണൊക്കെ ഉണ്ട്. 5 വർഷത്തെ ലോണാണ്. അതിൽ 3 വർഷവും ഈ ലോൺ അടച്ച് തീർത്തിട്ടുണ്ട്. ഈ വണ്ടിക്ക് 2 വർഷം കൂടി ലോണുണ്ട്. അപ്പോൾ ഈ വണ്ടി ആരുടേന്ന് വെച്ച് കഴിഞ്ഞാൽ 60-ാം വയസ്സിൽ 2 ഇരട്ടക്കുട്ടികളെ പ്രസവിച്ച ആ അമ്മയെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. അവരുടെ ഭർത്താവ് ഈടെയായിട്ട് അവരെ വിട്ടുപോയ ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിൽ ഉള്ളത്. അപ്പോൾ ആ ചേട്ടൻ്റെ വണ്ടിയാണിത്. അപ്പോൾ ആർക്കെങ്കിലും ഈ വണ്ടി ഏറ്റെടുക്കാനോ അല്ലെങ്കിൽ വിലക്കെടുക്കാനോ താല്പര്യം ഉണ്ടെങ്കിൽ കോണ്ടാക്ട് നമ്പർ ഞാനിത് ഈ വീഡിയോയുടെ അടിയിൽ കൊടുത്തേക്കാം. അപ്പോൾ അതിൽ വിളിക്കുക. അപ്പോൾ വണ്ടി ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അത്യാവശ്യം സ്പേസൊക്കെ ഉള്ളൊരു വണ്ടിയാണ് കേട്ടോ. എനിക്ക് വണ്ടീനെ പറ്റി കൂടുതൽ പറയാൻ അറിഞ്ഞുകൂടാ. എന്നാലും അവരിങ്ങനെ ഒരു കാര്യം പറഞ്ഞപ്പോൾ നമ്മൾ ചെയ്തു കൊടുക്കുന്നതാണ്. ഈ ഒരു വണ്ടി ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ വേണ്ട. 2 പിഞ്ചു കൊച്ചുങ്ങളാണോ ഉള്ളത്. ആ ചേട്ടൻ നമ്മളെ വിട്ടുപോയിട്ട് ഇപ്പോൾ 1 മാസം കഷ്ടി ആവുന്നേ ഉള്ളൂ. 1 മാസമായിട്ടുള്ളൂ. നമുക്ക് ലോണ് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഒരു കഷ്ടപ്പാടിലാണ് ഈ കുടുംബം ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു കുടുംബത്തെ സഹായിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ താഴെ കോണ്ടാക്ട് നമ്പർ കൊടുത്തേക്കാം. അവരെ നേരിട്ട് വിളിക്കാവുന്നതാണ്. ഇത് തൃശ്ശൂർ ജില്ലയിൽ തലൂരാണ് കേട്ടോ ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത്. അപ്പോൾ ആർക്കെങ്കിലും ഈ ഓട്ടോ ആവശ്യമുണ്ടെങ്കിൽ വിലക്കായിട്ടോ അതെല്ലാം ഓടിക്കാനോ ഏറ്റെടുക്കാനോ ഒക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ഈ താഴെ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ മതി കേട്ടോ. ഈ കുഞ്ഞു മക്കളുടെ അച്ഛനാണ് അവരെ വിട്ട് പിരിഞ്ഞു പോയിരിക്കുന്നത്. ഇവർക്കത് ശരിക്കും മനസ്സിലായിട്ട് കൂടിയില്ല. അച്ഛന് ഇവരുടെ കൂടെ ഇല്ല എന്നുള്ളൊരു കാര്യം ഇവർക്ക്. മൂത്തവന് കുറച്ചൊക്കെ അറിയാം, പക്ഷെ ഇതാണ് ഇളയവൻ. ഇവന് അറിയത്ത് പോലും ഇല്ല. അപ്പോൾ ഈ പിഞ്ചു മക്കളുടെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം കണക്കിലെടുത്തിട്ട് ആർക്കെങ്കിലും ഇവരെ സഹായിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ ഇവരൊന്ന് കോണ്ടാക്ട് ചെയ്യുക. ഓട്ടോ വാങ്ങിക്കാനാണ് താല്പര്യമെങ്കിൽ അങ്ങനെ ചെയ്യുക. അതല്ല ഇത് ഏറ്റെടുത്തിട്ട് ഓടിച്ച് ഇത് നടത്താനാണ് താല്പര്യമെങ്കിൽ അങ്ങനെയും ചെയ്യാം. കണ്ടല്ലോ, ഇപ്പോൾ ഈ കുടുംബം കടന്നു പോകുന്ന സാഹചര്യം അത്തരം ഒരു അവസ്ഥയാണ്. അപ്പോൾ ആർക്കെങ്കിലും ഈ ഒരു ഓട്ടോ ഏറ്റെടുത്ത് ഓടിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യാം.